ഹലോ ഗായ്സ്, നമ്മുടെ സർവേ തുടക്കുന്ന ലേഖാണ്. നമ്മുടെ സർവൈവൽ സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നട്ടമരം മുളച്ചു. ഇന്ന് ഞാൻ ചെയ്യാൻ വന്നത്, അടുത്ത എപ്പിസോഡിലാവുമ്പോഴേക്ക് ഞാൻ ഒരു വീട് കെട്ടാൻ നോക്കുന്നു. ഈ പെട്ടിയെല്ലാം മാറ്റിയിട്ട് നല്ല വീട് കെട്ടാനാണ് നോക്കുന്നത്. അതിന് ഇവിടെ കണ്ണി കുറേ മരവും പിന്നെ ആടെ നട്ട് അതിലെ സ്പ്രൂസും വെട്ടിയിട്ട് പിന്നെ കുറച്ച് എക്സ്പ്ലോറും ചെയ്തിട്ട് വേറെ കുറച്ച് വെറൈറ്റി മരം കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആദ്യം ഒരു മരം വെട്ടാം. ആദ്യം ഇവിടെ വന്നിട്ട് ഈ മരം മൊത്തം വെട്ടിക്കളയാം. പിന്നെ കുറേ മരം അടിങ്ങനെ പൊന്തി കിടക്കുന്നുണ്ട്, അതും വെട്ടിക്കളയാണ്. അത് കുറേ വൃത്തികേടായിട്ട് അങ്ങനെ നിൽക്കുന്നത്. ഈ ഒരു മരത്തുമ്പോൾ വേഗം കുറേ സാപ്ലിങ് കിട്ടുകയും ചെയ്യും. പിന്നെ ഒരുപാട് വുഡും ഉണ്ട്. ഈ വുഡ് കാണാൻ കുറച്ച് ഭംഗിയാണ്. വീടിൻ്റെ ഡിസൈനൊന്നും ഞാൻ ഇതുവരെ ആക്കിയിട്ടില്ല. ഞാൻ മിക്കവാറും വീട് മുഴുവൻ കിട്ടുന്നത് ഓഫ് ക്യാമറയിലായിരിക്കും. ഡിസൈൻ ആക്കുന്നതേ ഇല്ലു. ഒരുപാട് വുഡുണ്ട്. പുറത്തൊക്കെ നല്ല മഴയാണ്. നിങ്ങളോട് എങ്ങനെയാണെന്ന് താഴെ കമൻറ്റ് ചെയ്തോ. ആ മരത്തിൻ്റെ വുഡൊക്കെ തീർന്നു. ഇപ്പം തന്നെ ഇവിടെ സാപ്ലിംഗ് ഒക്കെ വീണ് കിടക്കാൻ തുടങ്ങി. ഇതാ ഞാൻ പറഞ്ഞു, ഈ മരത്തിൽ ഒരുപാട് സാപ്ലിംഗ് കിട്ടും. നമുക്ക് ഈ ഒരു മരം വെട്ടിയാലോ? ആദ്യം സ്നോ പ്രശ്നമുണ്ടോ? ഇത് പ്രശ്നമൊന്നുമില്ല. ഈ മരവും കൂടെ വെട്ടാം. രാവിലെ കുറെ ചുമക്കുന്നുണ്ട്. എനിക്ക് എന്തോ പനി പോലെ ചെറിയൊരു ഗൈസ്, പില്ലറൊക്കെ ഓർമ്മയുണ്ട്. ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ വന്നിട്ട് അമ്മേ രക്ഷപ്പെട്ടു. ഇപ്പം ചത്തേനെ. ആ മരം വെട്ടാൻ പോയാൽ ഞാൻ ചാവും. ഈ മരം എന്ത് ഇങ്ങനെ ഇരിക്കുന്നു? മൈൻക്രാഫ്റ്റിൻ്റെ ഓരോ ജനറേഷൻ. നമുക്ക് സ്പ്രൂസ് വെട്ടാൻ തുടങ്ങിയാലോ? ഇത് ഇത്രേ ആയിട്ടുള്ളൂ. ഈ എപ്പിസോഡിൻ്റെ മെയിൻ ഉദ്ദേശം കുറേ എക്സ്പ്ലോർ ചെയ്ത് വേറെ കുറച്ച് മരം കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല. കുറച്ചൊക്കെ എടുത്ത് ഞാൻ എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ആകെ കണ്ടുപിടിക്കാൻ പറ്റിയത് ഈ സ്പ്രൂസും കുറച്ച് ബ്രിച്ച് വുഡും മാത്രമാണ്. ഈ സ്പ്രൂസ് അതിൻ്റെ ഒരു ട്രിക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ സ്റ്റെയർ കേസായി മേലോട്ട് പോകണം. ഒറ്റയടിക്ക് ബാക്കിയില്ലെല്ലാം താഴോട്ട് കുഴിക്കണം. നമുക്ക് വേഗം കുറേ വുഡ് കിട്ടും. സ്റ്റെയർ കേസ് ആക്കുന്ന സമയത്ത് നമുക്ക് മേലോട്ട് തുള്ളാങ്ങുന്ന രീതിയിൽ വേണം ആക്കാൻ. അതായത് ഫസ്റ്റ് ഇങ്ങനെ ഇവിടെ കയറിക്കുക, ഇത് നമുക്ക് ഒന്ന് വെക്കാം. പിന്നെ മേലിലെ രണ്ടെണ്ണം ഇത് നമുക്ക് വെക്കാം. ഈ മേലോട്ട് കയറാം, ഒന്ന് വെക്കാം. ഈ രണ്ടെണ്ണം വെക്കാം. പിന്നെ കയറി അത് കണക്കന്നെ ഒന്ന് പിന്നെ ഇതിലാം. ഇവിടുന്ന് കുറച്ച് വ്യൂ എല്ലാം കാണാം. വ്യൂ നോക്കിയാലോ? അവിടേക്ക് വീടിൻ്റെ ബാക്കി അവിടെ ഉണ്ടല്ലേ.
നടുവിൽ വലിയൊരു സ്നോ. കുറെ ഓട്ടെല്ലാം വന്നിട്ട് എൻ്റെ കുണ്ടിക്ക് കുത്തി. ഓഫ് ക്യാമറയിൽ ഞാൻ കളിക്കുമ്പോൾ അധികം ഓഫ് ക്യാമറ ചെയ്തിട്ടാണ് വെറുതെ ഈ മരങ്ങളിലും പിന്നെ അവിടെ കുറെ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അടുത്ത ഫ്ലേവറൊക്കെ എടുത്തിട്ട് ബോൺമീലാക്കലെല്ലാം വേണം. പിന്നെ ആ കാണുന്ന കൃഷിയും എന്തല്ലോ ഫസ്റ്റ് നിങ്ങൾ എവിടെ ഇരിക്കുക. ഇതിൻ്റെ ഏറ്റവും അറ്റത്തേക്ക് വന്നിട്ട് ഇതോട്ട 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 അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല വേഗത്തിൽ കുറേ മരം കിട്ടും. ഈ ശനി സ്പ്രൂസിൻ്റെ സാപ്ലിങ് വീഴുന്നവരെ കാത്തിക്കണം. 52 വുഡ് ഇപ്പോൾ തന്നെ കിട്ടി. എൻ്റെ ഇൻവെൻ്ററി കുറേ ചവറ് അറിഞ്ഞിരിക്കുന്നു. അതും കൊണ്ട് ചാട്ടും ചാടാല്ല ചെസ്റ്റ് വെക്കാം. ഇത്ര ഐഡിയുണ്ട്. നമുക്കത് ഇതിലേക്കൂടെ തന്നെ ജസ്റ്റ് തുറന്നിട്ട് വെക്കാം. അതിനകത്ത് കയറാൻ മടിയാകും. ഈ ഷവലൊക്കെ ഉള്ളിൽ വന്നത് കയ്യിൽ വെക്കാം. അത്യാവശ്യം വന്നാലും ഈ സ്റ്റോൺ പിക്കാക്സൊക്കെ ഉള്ളിൽ വെക്കാം. എന്നിട്ട് സാപ്ലിങ് വീണോ തോന്നുന്നു. അതോ സാപ്ലിങ് പിന്നെ സാപ്ലിങ് ഈ മുഡാക്കാൻ 4 സാപ്ലിങ്ങാണ് വേണ്ടത്. 4 സാപ്ലിങ് ഞാൻ ഒപ്പിച്ചത് കഷ്ടപ്പെട്ടിട്ടാണ്. ആ ഭയങ്കര ഒരുപാട് നേരം ഈ ഒരു കുറേ 5-6 മരത്തിൻ്റെ വുഡും വെട്ടി പിന്നെ അതിൻ്റെ ലീവ്സും വെട്ടി. എന്നിട്ടും സാപ്ലിങ് ഒന്നും ഡ്രോപ്പ് ചെയ്യുന്നില്ല. കുറേ നേരം ഇരുന്ന് ഇങ്ങനെ പണിയെടുത്ത സമയത്താണ് ഇതിനകത്ത് സാപ്ലിങ് ഡ്രോപ്പ് ചെയ്തത്. ഈ മരം കുറച്ച് സ്പീഡ് തരുന്നുണ്ട്. അതെ അടുത്ത സാപ്ലിങ് കിട്ടി. നമുക്കിത് നടാം. ഇനി 3 സാപ്ലിങ് ബാക്കിയുണ്ട്. ഫുഡൊക്കെ കുറഞ്ഞു കിട്ടും. ഇവിടെ സ്റ്റീവിൻ്റെ ഡോള് ഇടക്കിടക്ക് വരും, ഇടക്കിടക്ക് പോവും. പക്ഷെ ഇതൊന്ന് നൈറ്റായിട്ടാണ്. കുറേ നൈറ്റായാലേ ഈ ഗെയിമിൽ ഉറങ്ങാൻ കഴിയും. ടോർച്ചിക്ക് നോക്ക് എന്നിട്ട് അതിൻ്റെ കയ്യിലെ സാധനങ്ങൾ പിന്നെ എടുത്ത് വെക്കാം. പക്ഷെ നമുക്ക് ഈ ഒരു ഫ്ലവറൊക്കെ എടുത്ത് ബോൺമീലാക്കിയല്ലോ. എന്നിട്ട് നമുക്ക് ഈ മരങ്ങളൊക്കെ സ്പീഡിൽ വളർത്തി മുറിക്കാം. 15 ബോൺമീൽ ഞാൻ ഓഫ് ക്യാമറയിലൊക്കെ ആക്കി. ഇവിടെ കുറച്ചുണ്ട്. ഞാൻ ചെയ്തത് ഞാൻ മുൻപ് കാണിച്ചെന്നില്ല. അതുകൊണ്ട് ആ വീഡിയോ കാണാതിരിക്കാൻ പറ്റുന്നത്. അതിന് ഉള്ളിൽ കയറി ഇതിൻ്റെ വീട് നോക്കുന്നത്. ഇതാണ് ബോൺമീലൊക്കെ മൊത്തം സിമ്പിൾ. ഇതിങ്ങനെ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ അറ്റത്ത് കുറേ സീഡ് പോലത്തെ കുറച്ച് സംഭവം കിട്ടുന്നുണ്ടോ? ഇത് ശരിക്കും എന്താ പുഴുവാണോ? മറ്റേ മണ്ണിര കമ്പോസ്റ്റർ എന്നിട്ടില്ലേ, ആ സംഭവമൊക്കെ പുഴുവായിട്ടായിരിക്കും. തികഞ്ഞു. ആ മരം ഇനി നമുക്ക് വളർത്താം.
നോക്കാം. കുറേ സാപ്ലിങ് പിന്നെയും വീണിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ്. ഇല്ലേ, ഞാൻ ദൂരത്തുനിന്ന് കണ്ടതല്ല സ്റ്റിക്ക്. സാപ്ലിങ് കിട്ടി. നമുക്ക് ഇത് ഒന്ന് ഇത് ടോർച്ച് നോക്കാം. മരം വളരുമ്പോൾ അതിൻ്റെ മേലെയും താഴെയൊന്നും അധികം ബ്ലോക്കൊന്നും ഉണ്ടാകുന്നുള്ളൂ. 1 2 3 4. ഓ, ഇത് കണ്ടോ, ഞാനിപ്പോൾ മറ്റേ സ്വിമ്മിങ് പൊസിഷനിലാണ്. പക്ഷെ എന്നെ മേലത്ത് മാറ്റി എനിക്ക് നേരത്തെ ചെയ്ത കണക്കെ മാറ്റട്ടെ. ഇത് നേരത്തെ ചെയ്ത കണക്ക് ഇതിൻ്റെ മേലോട്ട് കയറിയിട്ട് ബാക്കിയെല്ലാം മൈൻഡ് ചെയ്യും. ഏറ്റവും വേഗം താഴോട്ട് മൈൻഡ് ചെയ്യാൻ നല്ല സ്പീഡാണ്. വെറുതെ തന്നെ ക്രൗച്ച് ചെയ്തിട്ട് കാണുന്നതിന് പൊട്ടിച്ച് നല്ലൊരു ആക്സും കൂടി ഉണ്ടെങ്കിൽ അൾട്രാ സ്പീഡ് വർക്കായിട്ട് വർക്കാനിത് മിഷനൊന്നല്ല, നമ്മൾ തന്നെയാണ്. നമുക്ക് വേഗം തന്നെ ഡ്രാഗനൊക്കെ എല്ലാം അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ചെയ്യണം. ഇതുവരെയായിട്ട് നെതർ വരെ പോയിട്ടില്ല. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നെതറിലെങ്ങും പോകാൻ പറ്റുമോ നോക്കാം. നല്ല നേരത്തെയും വ്യൂ കണ്ടു തന്നെയല്ലേ. പൈസ ഉണ്ടോ? അതാ പൊട്ടിച്ചു. പക്ഷെ എനിക്ക് ഇങ്ങനെയാ നല്ല രസമാണ്. അടിയത്തെ കുറേ ബ്ലോക്ക് ഇങ്ങനെ മൈൻഡ് ചെയ്യാനിടയിൽ ഞാൻ കുറേ അടിയത്തെ ബ്ലോക്ക് ഇങ്ങനെ പൊട്ടിച്ചാളിയും. ഇത് ഈ ബ്ലോക്ക് പൊട്ടിക്കുമ്പോൾ ഞാൻ താഴെയുള്ളൂ. ആക്സ് ബാക്കിയുള്ള വുഡ് കൈ കൊണ്ട് പൊട്ടിച്ചിട്ട് ഞങ്ങൾക്ക് അടുത്ത് പുതിയ ആക്സ് ആക്കാം. ഇനി 2 വുഡും കൂടെ. എത്ര വുഡേസ്? ഒരു സ്റ്റാക്കും 54 എണ്ണം. ഈ വുഡൊക്കെ ഇപ്പൊ തന്നെ ഒരു പെട്ടിക്കകത്ത് വെച്ചിരിക്കുന്ന നാളെ വീട് കെട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം നമുക്കൊരു ആക്സ് ഉണ്ടാക്കാം. ഇത് നമുക്ക് പുറത്ത് പോയി നമുക്ക് കുറച്ച് ആദ്യം ഈ ഒരു കിട്ടിയ സാപ്ലിംഗ് ഒക്കെ നട്ടിട്ട് വരാം. ഇനി ബോൺ മീലുകളെ എനിക്ക് കഴിയുന്നില്ല. ആകെ അത്രയേ ഇല്ലു എൻ്റെ കയ്യിൽ. പക്ഷെ അതിൻ്റെ മേലെ ഇപ്പോൾ തന്നെ കുറേ സാപ്ലിംഗ് വന്നിട്ടുണ്ട്. ആദ്യം പിന്നെയും 4 ഒന്ന് ഇവിടെ നട്ട് വെക്കാം. പിന്നെ കുറച്ച് ദൂരമായിട്ട് ഇവിടെ നട്ടാൽ മുളക്കുന്ന പ്രതീക്ഷയിൽ നട്ട് വെക്കാം. പിന്നെ അവസാനത്ത് ഒന്ന് വെറുതെ ഇവിടെ നട്ടിട്ട് നമുക്ക് മേളിട്ട് കാണാം. ഇതൊക്കെ വളർന്നോ? ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് വീട് കെട്ടാനായിട്ട് എന്തൊക്കെ ആവശ്യമുണ്ട്? പിന്നെ ചെസ്റ്റിൻ്റെ അകത്ത് ഡീപ് സ്ലേറ്റ് ഉണ്ട്. പിന്നെ കുറച്ച് സ്റ്റോൺ ഉണ്ട്. പിന്നെ വേണം കുറച്ച് ആൻഡസൈറ്റും പ്ലാങ്കൊക്കെ ഇരിക്കട്ടെ.
എനിക്ക് ഈ ബാക്കിയുള്ള സാപ്ലിംഗ് ഒക്കെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ നട്ടു വെക്കാം. നാളത്തേക്ക് ഇതൊക്കെ വളർന്നു. പിന്നെ 1 2 കൂടെ പിന്നെ അവസാനത്തെ 1 ഇവിടെ. പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഓഫ് ക്യാമറയിലൊക്കെ ഈ മരമൊക്കെ വെട്ടി നമുക്ക് വീടിൻ്റെ ആവശ്യമില്ല റിസോഴ്സസൊക്കെ ഞാൻ കളക്ട് ചെയ്യാം. ഞാൻ വീട് കുറച്ച് ഓഫ് ക്യാമറ കെട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ടാറ്റ ബൈ ബൈ.